ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പെരുന്നാളപ്പാണ്. അപ്പോൾ ഈ പെരുന്നാളപ്പം ആദ്യം പച്ചരി, ഞാൻ 1 കിലോ പച്ചരി എടുത്തതിന് നന്നായിട്ട് കഴുകണം. നല്ലപോലെ കഴുകിയിട്ട് ഞാൻ മിക്സീൻ്റെ അകത്തിട്ടതാണ്. മിക്സിയിൽ നല്ലപോലെ അരക്കണം. ഞാൻ ഓൺ വോയിസ് ഇട്ടതാണ്. കുട്ടീൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ ഓൺ വോയിസ് ഇട്ടതാണ്. നല്ലപോലെ അരിഞ്ഞതിന് ശേഷം ഉപ്പിടണം. ഉപ്പിട്ടിട്ട് നല്ലപോലെ അരിഞ്ഞതിന് ശേഷം തേങ്ങ ഒലിക്കണം. തേങ്ങ ഇതുപോലെ കഷ്ണാക്കിയിട്ട് അതിലേക്ക് തേങ്ങ ഇടാനുണ്ട്. അരക്കുമ്പോൾ ഇടുന്നതല്ല, പിന്നെ ഇടുന്നതാണ്. അതുപോലെ മുറിച്ചെടുക്കാനാണ് തേങ്ങ ഇതുപോലെ കൊത്തിയിട്ട് നല്ല കനം കുറഞ്ഞിട്ട് മുറിക്കണം. ഇതുപോലെ മുറിക്കണം. ഇതുപോലെ മുറിച്ചിട്ട് അതിലേക്ക് ഇടണം. ഇത്ര ഇതിൽ മുറിക്കണം. കണ്ട, കനം കുറഞ്ഞിട്ട് മുറിക്കണം. ചെറുതാക്കിയിട്ട് കണ്ട, ഇത്ര ഇതാക്കിയാൽ മതി. ആ ഗ്രൈൻഡറിൽ അരിയാൻ വെച്ച പച്ചരിക്ക് 4 മുട്ട വയ്ക്കണം. 1 കിലോ അരിക്ക് 4 മുട്ട മതി. ഞാൻ 4 എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ആ മുട്ട ഒഴിച്ചിട്ട് തേങ്ങ ഉലിയൊക്കെ ഇട്ടിട്ട് അടുപ്പത്തേക്കണം. നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് പത്തിരിക്ക് ആകുന്ന പോലെയാണ്. നല്ല ഇതായിട്ട് നല്ല പത്തിരിക്ക് ഞാൻ ഉരുള പിടിക്കുന്നില്ല, അതുപോലെ ഉരുള പിടിക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് എള്ളിടണം. നല്ല ടേസ്റ്റ് ഉണ്ട് എള്ളിട്ടാൽ. കുറച്ചും കൂടി എള്ളിടണം. കാണാനും നല്ല ഭംഗിയുണ്ട്. ഇതുപോലെയാണ്. ഇതുപോലെ ഉരുള വരണം. എന്നിട്ട് ഇതുപോലെ ഉരുള വന്നതിന് ശേഷം എല്ലാത്തിനും ഉരുളാക്കിയിട്ട് വെക്കണം. ഉരുളാക്കിയിട്ട് കഴിഞ്ഞു. പ്രസ്സാക്കണം. പത്തിരിക്ക് പ്രസ്സാക്കുന്ന പോലെ ഇതുപോലെ അമർത്തിയിട്ട് ചെറിയ പത്തിരാക്കിയിട്ട് കുറേ ഉണ്ടാക്കിയിട്ട് അതുപോലെ ആക്കിയിട്ട് നിരത്തി വെക്കണം. ഒരു തുണിൻ്റെ അകത്തിട്ടിട്ട് എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടായതിന് ശേഷം എണ്ണയിലിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കണം.